ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്കൊന്ന് കൊല്ലത്ത് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് ബാങ്കിൽ പോകാനായിരുന്നു. ഞാൻ രാവിലെ തന്നെ റെഡിയായിരുന്നു. അച്ഛനെയും മോളെയും വിളിച്ചുണർത്താൻ നോക്കുക. രണ്ട് നല്ല കൂർക്കം വലിച്ചുറക്കം. ഞാൻ ഒരു വിധത്തിൽ വിളിച്ചിട്ട് രണ്ടെണ്ണം എണീറ്റില്ല. ഞാൻ പിന്നെ ആ സമയത്തിന് പോയി കുറച്ച് പഴങ്കഞ്ഞി കഴിച്ചു. സാധാരണ പുറത്തുനിന്ന് പോകുന്ന ദിവസങ്ങളിൽ കാപ്പിയൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിക്കുന്നത്. ഇതിപ്പോൾ പഴങ്കഞ്ഞി കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു കൊതി. അങ്ങനെ പിന്നെ ഞാൻ പഴങ്കഞ്ഞിയെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് അച്ഛനും മോളും എണീറ്റ് ഞങ്ങളത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി കുറച്ച് എത്തിയപ്പോഴത്തേക്കും നോക്കിയപ്പോൾ നമ്മുടെ റംബൂട്ടാൻ സീസൺ ആയതുകൊണ്ട് അവിടെ റോഡിൽ സൈഡിൽ റംബൂട്ടാൻ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മേടിച്ച് വണ്ടിയിലിട്ട് പോകുന്ന വഴി കഴിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് മേടിച്ചായിരുന്നു. അപ്പോൾ ഈ റെഡ് കളറിലതാണ് നമ്മൾ മേടിച്ചത്. നല്ല ഡാർക്ക് റെഡിലിരിക്കുന്നത് നമ്മൾ മേടിച്ച, പക്ഷേ യെല്ലോ ആയിരുന്നു കേട്ടോ. ശരിക്കും നല്ല മധുരം. നമ്മൾ ആ റെഡ് മേടിച്ച് കഴിഞ്ഞിട്ട് റെഡിന് 200 മറ്റേത് അതിന് യെല്ലോയും മറ്റേത് 300 ആയിരുന്നു. മേടിച്ച് കഴിഞ്ഞിട്ട് ഏട്ടോ അതിനാ യെല്ലോ എന്ന് പറഞ്ഞ് മേടിച്ച് കഴിച്ചത്. അപ്പോൾ നല്ല മധുരമായിരുന്നു. പിന്നെ തിരിച്ചു കൊടുത്തില്ല. നമ്മൾ ആ റെഡ് മേടിച്ചുകൊണ്ട് വന്നു. നമ്മളിതേ കൊട്ടാരക്കര എത്തിയിരിക്കുകയാണ്. നമ്മൾ സിഗ്നലിൽ കിടക്കുക കേട്ടോ. നമ്മൾ ആർക്കെ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു ഫ്ലെക്സ് ഉണ്ടോ, എന്ത് രസമുണ്ട് വിക്രത്തെ കാണാമല്ലേ. വിക്രത്തിൻ്റെ ആ ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് വിക്രത്തിനെയൊക്കെ പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. വിക്രം, ധനുഷ്, രജനികാന്ത്, നമ്മുടെ പ്രഭുദേവ, ഇവരെയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞാവ് റംബൂട്ടാനൊക്കെ കഴിച്ചിട്ട് ഇത് നല്ല അടിപൊളി ഓർക്കും കേട്ടോ. ഞാൻ റംബൂട്ടാൻ കഴിച്ച് എൻ്റെ ചുണ്ട ലിപ്സ്റ്റിക് എല്ലാം പോയി. എല്ലാം എൻ്റെ വയറ്റിൽ തന്നെ ആയിരിക്കും. ഇത് നോക്കിയാൽ കവർ ഏകദേശം കാലിയാവാറായി. ഏകദേശം നല്ല കവർ ഫുള്ള് കാലിയാക്കി. പിന്നെ ഇടയ്ക്ക് വെച്ച് കുഞ്ഞാവെന്ന് എണീറ്റ് കരഞ്ഞ് പിന്നെ ഏട്ടൻ്റെ മടിയിൽ പോയി കുറച്ച് നേരം എടുത്ത് പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ പിന്നെ തിരിച്ചെടുത്തു. നമ്മളിത് കൊല്ലത്തെത്തി. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത്. നമ്മൾ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി പോകണം. നമ്മുടെ ബാങ്ക് ഫെഡറൽ ബാങ്കിലോട്ടാട്ടോ പോകുന്നത്. അപ്പം കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. അങ്ങനെ നമ്മൾ ബാങ്കിലോട്ട് മോളുടെ ഒരു അക്കൗണ്ടിൻ്റെ നമ്മൾ ഇവിടുന്ന് എൻ്റെയും മോളുടെ അക്കൗണ്ട് അവിടെ കൊല്ലത്താണ്. അപ്പം നമ്മളത് പുനലൂരോട്ട് മാറ്റുകയും വേണം. പിന്നെ മോളുടെ അക്കൗണ്ടിൽ നിന്ന് CD അയക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുണ്ട് കേട്ടോ. പള്ളി കുരിശടിയാകാൻ നമ്മൾ അവിടെ പോയി. അപ്പോൾ മോൾക്കൊരു കൈക്കൊന്തയൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് മോള് 2 കൈക്കൊന്ത മേടിച്ചു. ഞാനൊരു വലിയൊരു കൊന്തോളത്ത് മേടിച്ചു കേട്ടോ, ഏട്ടൻ്റെ കഴുത്തിലിടാനായിട്ട്. പിന്നെ മോള് മെഴുകുതിരി കത്തിക്കാനായിട്ട് ഞാൻ അവളോട് പോയി കത്തിക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കയറിയില്ല. എൻ്റെ ഷൂ ആണെങ്കിൽ അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കയറ്റാൻ ഭയങ്കര പാടാണ്, ഭയങ്കര ടൈറ്റ്. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അത് കയറ്റിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോളോട് പോയി കത്തിക്കാൻ പറഞ്ഞു. അവളങ്ങനെ തിരി കത്തിക്കാനായിട്ട് കയറിപ്പോയി. അപ്പം മേടിച്ച കൊന്തയും ഇതെല്ലാം കൂടി മേടിച്ച അവിടുത്തെ അമ്മ പറഞ്ഞ് മാതാവിൻ്റെ അവിടെ കാൽക്കൽ കൊണ്ടുവന്ന് തൊട്ട് ഇതാക്കിയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം നമ്മൾ വെഞ്ചരിക്കാൻ അവിടെ അച്ഛനയിൽ കൊടുക്കുന്നില്ലല്ലോ, അതിന് പകരം അവിടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനപ്പോൾ കാറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഈ സാധനം ഒരു ബംഗാളി ചേട്ടൻ കൊണ്ട് വിൽക്കുന്ന കേട്ടോ. അത് ഞാൻ മോക്കൊരെണ്ണം മേടിച്ച് 70 രൂപ പറഞ്ഞ് നമ്മൾ 50 രൂപ പറഞ്ഞ് മേടിച്ചു കേട്ടോ. ഞാനല്ല ഏട്ടൻ്റെ വില പറഞ്ഞത്. എനിക്കിങ്ങനെ വില പേശി ഇങ്ങനെ 70 പറഞ്ഞിട്ട് 50 തരാമെന്ന് പറയാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ഏട്ടൻ നല്ല കാര്യമായിട്ട് പറയും. അപ്പോൾ അതങ്ങനെ 50 രൂപയ്ക്ക് അതങ്ങനെ ഒരെണ്ണം മേടിച്ച് മോൾക്ക് കൊടുത്തു. പക്ഷേ അവൾക്കങ്ങനെ ഈ കളിപ്പാട്ട് ഇതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. അവൾക്ക് അച്ഛൻ്റെ കയ്യിലെ വാച്ചോ അച്ഛൻ്റെ കണ്ണാടിയോ അതൊക്കെ ഇഷ്ടം. നമ്മൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് പോയി. അവിടെ സ്റ്റാൻഡിൻ്റെ അടുത്ത് നല്ല ഒരു ഹോട്ടലുണ്ട് കേട്ടോ, നല്ല ഫുഡ് കിട്ടുന്നത്. അപ്പോൾ അവിടത്തേക്കെന്നും പറഞ്ഞ് ഏട്ടനെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് നോക്കാൻ നേരത്ത് ഒരു ചേട്ടൻ ഇങ്ങനെ വീട്ടിലൂണെന്നും പറഞ്ഞിട്ട് എന്ത് വിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് അവരുടെ നിന്ന് മേടിച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് ഹോട്ടലിൽ പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പം അവർക്കും ഒരു സഹായമാവും. വീട്ടിലെ ഊണെന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ചമ്മന്തിയൊക്കെ കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മേടിച്ച് നമ്മൾ നമ്മുടെ ആശ്രാമം മൈതാനത്ത് വന്നിരുന്ന് കഴിക്കാം കേട്ടോ. അപ്പം നമ്മൾ അവിടെ വന്നിരുന്നിട്ട് കഴിക്കാം. അപ്പം ഏട്ടനും മോളും ബിരിയാണിയാണ് മേടിച്ചേ. ഞാനൊരു ഊണും മേടിച്ചു. കുഴപ്പമില്ലാത്തൊരു ഊണായിരുന്നു കേട്ടോ. പക്ഷേ ബിരിയാണി ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ അവരുടെ നിന്ന് കൈയിട്ട് വാരി കഴിച്ചു കേട്ടോ. നമ്മൾ അവിടെ ചെന്നിരുന്നപ്പം തൊട്ടേ 2 പട്ടികളിങ്ങനെ നോക്കി നോക്കി നടക്കുന്നു. അപ്പം ഞാൻ ഏട്ടൻ്റെ ഒരു ബിരിയാണിയുടെ നിന്ന് ഒരു ഇറച്ചി പീസ് എടുത്തിട്ട് കൊടുത്തായിരുന്നു. അപ്പം ഇത് പിന്നെയും കൊടുത്തത് കൊണ്ട് പിന്നെയും വന്നു. അപ്പം എനിക്ക് കഴിക്കാൻ നോക്കിയിരുത്തി കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചോറ്, എനിക്ക് വിശപ്പുണ്ട്, എന്നിട്ട് ഞാൻ എൻ്റെ ചോറ് അതിന് ആ പാത്രത്തിലിട്ട് കൊണ്ട് കൊടുത്തു. പക്ഷേ വെറും അഹങ്കാരി പട്ടി അവനത് കഴിച്ചില്ല. അവന് ആക്ച്വലി ബിരിയാണിയായിരുന്നു വേണ്ടത്. അവനത് കഴിച്ചില്ല. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട് വന്നപ്പോൾ നമ്മുടെ ഈ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേട്ടൻ നമ്മുടെ ഈ ചീനി വറ്റലുണ്ടല്ലോ, അത് നല്ല ഫ്രഷായിട്ട് ഇരുന്ന് വറുക്കുന്നു. അപ്പം പിന്നെ അത് ഒരു പാക്കറ്റ് മേടിച്ചു. 50 രൂപയുണ്ട് ഒരു പാക്കറ്റ്. അത് മേടിച്ച് അതിരുന്ന് കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല രസമാണ് അത്. അപ്പം പിന്നെ അത് ഞങ്ങൾ കുറച്ച് മേടിച്ച് കഴിച്ചത്. ഈ കുഞ്ഞുവാവ് പല്ലില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കും എന്നുള്ള വാശിയിൽ അവൾ കഴിക്കും. തൊണ്ടയുടെ അവിടം വരെ പോവും, ഞാൻ കൈയിട്ടെടുക്കും. ഇതാണ് എൻ്റെ പണി. കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൾക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് പിന്നെ അവളുടെയിലും കൊടുത്ത് നമ്മൾ പിന്നെ കഴിച്ചു. അപ്പം ബ്ലോക്കിൻ്റെ ഇടയ്ക്ക് കണ്ടോ, ഈ ഓട്ടോക്കാർക്ക് എപ്പോഴും ഉള്ള പണിയാണ് ഈ
ഓട്ടോക്കാരും ബസ്സുകാരെ പിന്നെ പറയണ്ടല്ലോ. ഇതേ കൊണ്ടുവന്ന് ആ ബസ്സിനകത്തോട്ട് കയറ്റി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോയാൽ പിന്നെ ഞാൻ മിസ്സാക്കാത്തൊരു സാധനം ഉണ്ടല്ലോ, പാനിപൂരി. നമ്മൾ തിരിച്ച് കൊട്ടാരക്കര എത്തിയപ്പോഴത്തേക്ക് ഒരു പാനിപൂരി മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ഒരു കുഞ്ഞ് ഷൂ മേടിക്കാമെന്ന് പറഞ്ഞത് എനിക്ക് മേടിക്കാൻ കയറിയതാണ്. എന്നിട്ട് ഏട്ടൻ കുഞ്ഞുവാവയ്ക്ക് മേടിച്ചു. അവൾ ഇടത്തൊന്നുമില്ല, അവൾക്കും ഒരു ഷൂ മേടിച്ച്. ഞാനും പിന്നെ 2 ചെരുപ്പെടുത്തു. നല്ല 2 ചെരുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.